മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30-ാം തീയതി ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വീഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. ഈ വർഷത്തെ ചോതി നക്ഷത്രക്കാരുടെ വിഷുഫലം ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചെന്നാൽ ശൂലശൽക്കങ്ങളിൽ ശൂലം യോഗമാണ് വരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള രോഗങ്ങൾ മാറി മാറി വരാനുള്ള സാധ്യത, ശാരീരികമായിട്ടുള്ള ക്ഷീണം, അവശത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും പ്രത്യേകിച്ചും ഈ ആദ്യ കാലങ്ങളിലാണ് കുറച്ച് കൂടുതലായിട്ടുള്ള ദോഷമുള്ളത്. അതിനുശേഷം അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത്. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു അനുകൂലമായിരിക്കുന്ന ഒരു അനുകൂലാവസ്ഥ കാണുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം വർദ്ധിക്കും, അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏതാണ്ട് ഒരു 8 രൂപ കൈവശം വരുമ്പോൾ 8 രൂപയും ചിലവാകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ ആയത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ അനാവശ്യമായിട്ടുള്ള ധനനഷ്ടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയ് മാസം വരെ അഷ്ടമവ്യാഴം ആയത് കാരണം വളരെ ദോഷമാണ്. മെയ് മാസത്തിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കാരണം 9-ാം ഭാവത്തിലേക്ക് വരും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുമ്പം ഭാഗ്യവർദ്ധനവിന് യോഗമുള്ളത് കാരണം കൊണ്ട് തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് രോഗാവസ്ഥ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 വീലർ യാത്ര പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ചോതി നക്ഷത്രക്കാർക്ക് വിഷുവശാൽ യോഗം ഉണ്ടെങ്കിലും ഒരു അനുകൂലമായിരിക്കുന്ന ഗുണവും പ്രതികൂലമായിരിക്കുന്ന ഗുണവും ഏകദേശം ഒരുപോലെ തന്നെ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ധനം ചെലവഴിക്കുന്ന സമയത്തും അതുപോലെ ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. കാരണം വെച്ചെന്നാൽ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ വരുമാനത്തിൽ വർധനവുണ്ടാകും. ചെലവ് നിയന്ത്രിക്കാനുള്ളൊരു പരിഹാരം പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ പരമാവധി ചെലവ് ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കണം, സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ അനുകൂലമായിരിക്കുന്ന വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ചോതി നക്ഷത്രക്കാർ ഈ വർഷത്തിൽ വിഷുഫലപ്രകാരം സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.